ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലെവ്റോവുമായി നടത്തിയ ഫോൺ സംഭാഷണത്തിൽ അമേരിക്കയും ഇസ്രയേലും ഇറാന് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളെ ശക്തമായി അപലപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ശക്തമായി പുതിയ ഒരു ആഗോള മുന്നണിയെ രൂപീകരിക്കുന്നത് സംബന്ധിച്ച ചർച്ചകളും ഇരുവർക്കിടയിൽ നടന്നു എന്ന സൂചനകളും പുറത്തുവരികയാണ്. ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നേതാവിനെ ലക്ഷ്യം വെച്ച് കൊലപ്പെടുത്തിയതും ഭരണമാറ്റത്തിനായി പ്രേരിപ്പിക്കുന്നതും അന്താരാഷ്ട്ര നിയമങ്ങളുടെയും ഐക്യരാഷ്ട്രസഭയുടെ ചാർട്ടറിന്റെയും ലംഘനമാണെന്ന് ചൈന വ്യക്തമാക്കി. അമേരിക്കയും ഇറാനും തമ്മിൽ ആണവ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ജനീവയിൽ നടന്നുകൊണ്ടിരിക്കെ ഇത്തരമൊരു ആക്രമണം നടത്തിയത് അംഗീകരിക്കാനാവില്ലെന്ന് ചൈന കുറ്റപ്പെടുത്തി. ഈ സംഘർഷം കേവലം ഇറാനിൽ മാത്രം ഒതുങ്ങില്ലെന്നും മിഡിൽ ഈസ്റ്റിലുടനീളം പടരുമെന്നും ചൈന മുന്നറിയിപ്പ് നൽകി. പേർഷ്യൻ ഗൾഫിലുടനീളം യുദ്ധം പ്രഖ്യാപിക്കുന്നത് മിഡിൽ ഈസ്റ്റിനെ അപകടകരമായ അഗാധഗർത്തത്തിലേക്ക് തള്ളിയിടുമെന്നും യാങ് യി പറഞ്ഞു. ഇറാന്റെ എണ്ണ ഏറ്റവും കൂടുതൽ വാങ്ങുന്ന രാജ്യങ്ങളിലൊന്നായ ചൈനയെ സംബന്ധിച്ചിടത്തോളം ഹോർമസ് കടലിടുക്ക് അടയ്ക്കുന്നതും അരാംകോ പോലുള്ള എണ്ണ കമ്പനികൾ ആക്രമിക്കപ്പെടുന്നതും ഊർജ്ജ സുരക്ഷയ്ക്ക് വലിയ ഭീഷണിയാണ്. ഇറാനിലും ഇസ്രയേലിലുമുള്ള തങ്ങളുടെ പൗരന്മാരോട് ഉടൻ രാജ്യം വിടാൻ ചൈന നിർദ്ദേശം നൽകി. ഏകദേശം 3000-ലധികം ചൈനീസ് പൗരന്മാർ ഇതിനകം ഇറാൻ വിട്ടതായാണ് വിവരം. സൈനികമായി നേരിട്ടിടപെടാൻ ചൈനക്ക് താല്പര്യമില്ലെങ്കിലും റഷ്യയുമായി ചേർന്ന് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിൽ ഈ വിഷയത്തിൽ ശക്തമായ പ്രമേയം കൊണ്ടുവരാനും ശ്രമിക്കുന്നുണ്ട്. അതേസമയം ഇറാനിലെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങൾ തകരാതിരിക്കാൻ ചൈന സൈബർ സുരക്ഷാ സഹായം നൽകുന്നതായും ചില റിപ്പോർട്ടുകളുണ്ട്. പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സൈനിക നീക്കങ്ങൾ തങ്ങളുടെ സാറ്റലൈറ്റുകൾ വഴി ഇറാന് എത്തിച്ചു നൽകുകയാണെന്നും അതുവഴിയാണ് ഇറാൻ ലക്ഷ്യം തെറ്റാതെ ഇസ്രയേലിനെയും അമേരിക്കയും ആക്രമിക്കുന്നതെന്നും വ്യക്തമായിട്ടുണ്ട്. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നീക്കങ്ങൾ ഏകപക്ഷീയമാണെന്നും ഇത് ലോകസമാധാനത്തിന് ഭീഷണിയാണെന്നുമാണ് ചൈനയുടെ പക്ഷം. ഇത് അമേരിക്കയുമായുള്ള ചൈനയുടെ ബന്ധത്തെയും വരും ദിവസങ്ങളിൽ ബാധിക്കുവാനും സാധ്യതയുണ്ട്. ലോകത്തെ 2 ചേരികളായി തിരിക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. റഷ്യയും ചൈനയും ചേർന്ന് സ്വീകരിക്കാൻ സാധ്യതയുള്ള പ്രധാന തീരുമാനങ്ങൾ ഇവയാണ്. ഒന്ന്, ഐക്യരാഷ്ട്രസഭയിലെ UN സംയുക്ത നീക്കം. അമേരിക്കയുടെയും ഇസ്രയേലിന്റെയും നടപടികൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്ന് കാട്ടി ചൈനയും റഷ്യയും ചേർന്ന് UN രക്ഷാസമിതിയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക കൊണ്ടുവരാൻ സാധ്യതയുള്ള ഏതൊരു പ്രമേയത്തെയും വീറ്റോ ഉപയോഗിച്ച് തടയാൻ ഇരു രാജ്യങ്ങളും തീരുമാനിക്കും. ആക്രമണകാരികൾ എന്ന് അമേരിക്കയെ വിശേഷിപ്പിക്കുന്ന പ്രമേയമായിരിക്കും ഇവർ അവതരിപ്പിച്ചേക്കുക. 2, സൈനികവും സാങ്കേതികവുമായ പിന്തുണയാണ്. നേരിട്ട് യുദ്ധത്തിൽ ചൈന പങ്കെടുക്കില്ലെങ്കിലും ഇറാനെ സഹായിക്കാൻ ഇവർ ചില രഹസ്യ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അമേരിക്കൻ കപ്പലുകളുടെയും വിമാനങ്ങളുടെയും കൃത്യമായ സ്ഥാനം അറിയാൻ ഇറാന് റഷ്യൻ ചൈനീസ് സാറ്റലൈറ്റ് വിവരങ്ങൾ കൈമാറാൻ സാധ്യതയുണ്ട്. ഇറാന്റെ കമ്മ്യൂണിക്കേഷൻ ശൃംഖലകൾ അമേരിക്ക തകർക്കാതിരിക്കാൻ ചൈനീസ് സൈബർ വിദഗ്ധർ ഇറാനെ സഹായിക്കുന്നതായുള്ള റിപ്പോർട്ടുകളുമുണ്ട്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനം ശക്തമാക്കാൻ അത്യാധുനിക S-400 മിസൈൽ സംവിധാനങ്ങൾ റഷ്യ വേഗത്തിൽ എത്തിച്ചേക്കും. അമേരിക്കൻ ഉപരോധങ്ങൾ അവഗണിച്ച് ഇറാന്റെ എണ്ണ വാങ്ങുന്നത് തുടരുമെന്ന് ചൈന വ്യക്തമാക്കി. ഇത് ഇറാന്റെ സാമ്പത്തിക തകർച്ച ഒഴിവാക്കാൻ സഹായിക്കുന്നതായിരിക്കും. അന്താരാഷ്ട്ര വ്യാപാരത്തിൽ നിന്ന് ഡോളറിനെ ഒഴിവാക്കി ചൈനീസ് യുവാൻ അല്ലെങ്കിൽ റഷ്യൻ റൂബിൾ ഉപയോഗിക്കാനും ഇവർ ആലോചിക്കുന്നു. ഇത് അമേരിക്കയുടെ സാമ്പത്തിക സമ്മർദ്ദ തന്ത്രത്തെയും മറികടക്കും. സൗദി അറേബ്യ, UAE തുടങ്ങിയ രാജ്യങ്ങളെ അമേരിക്കൻ പക്ഷത്തു നിന്ന് മാറ്റി നിർത്താൻ ചൈന നയതന്ത്ര സമ്മർദ്ദം ചെലുത്തുന്നു എന്ന റിപ്പോർട്ടുകളും വരികയാണ്. മേഖലയിൽ അമേരിക്ക ഒറ്റപ്പെടുന്നു എന്ന് വരുത്തി തീർക്കാനാണ് ഇവരുടെ ശ്രമം. ചുരുക്കത്തിൽ അമേരിക്കയുടെ ഏകപക്ഷീയമായ നീക്കങ്ങൾക്കെതിരെ ഒരു കൗണ്ടർ അലയൻസ് രൂപപ്പെടുത്താനും ഇവർ ആലോചിക്കുന്നുണ്ട്. ഇത് യുദ്ധം പശ്ചിമേഷ്യയിൽ നിന്ന് മാറി ഒരു ആഗോള പ്രതിസന്ധിയായി മാറാനും കാരണമായേക്കാം. Waytonikah.com, the exclusive Muslim matrimonial site.